അവസാനമായിട്ട് നിന്നിട്ട് ഗെയിമിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ന് ഞങ്ങൾക്ക് കയറി നോക്കുമ്പോൾ ബോട്ട് കാണുന്നില്ല. നമ്മൾ നടുക്കടലിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഞാൻ പോണ് അവിടെ വിട്ട് വെക്കാൻ പറ്റിയില്ല. നമ്മളെന്തായാലും ഇങ്ങോട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ സോംബി എല്ലാം നിന്ന് കരിയുന്നു. എത്ര ക്രീപ്പർ. നമുക്കെന്തായാലും ഒരു കൂട്ടം കൂടി ഉണ്ടാക്കണം. ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെ പോവാം. നമ്മുടെ കടൽ മാർഗം യാത്രയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഫുള്ള് ലാൻഡിലായിരിക്കും നമ്മുടെ കളിയിൽ. അക്കേഷ്യയുടെ സാമ്പിളിങ് എടുത്ത് തന്നെ ആവാം. വില്ലേജ് കിട്ടി. നമ്മുടെ കഷ്ടപ്പാടിനൊടുവിൽ നമുക്ക് വില്ലേജ് കിട്ടി. ചെറിയ വില്ലേജ് എന്നാണ്. സവാന വില്ലേജ് എനിക്കത്ര ഇഷ്ടമല്ല. എന്നാലും കുഴപ്പമില്ല. ക്യാരറ്റൊക്കെ കിടിച്ചിരിക്കുന്നത് കണ്ടാൽ നേരെ നയിക്കുന്ന ക്യാരറ്റ്. എന്താണ് പുതിയ അപ്ഡേറ്റിൽ ഇങ്ങനെയൊക്കെ കളിക്കും ക്യാരറ്റ്. അപ്പം എല്ലായിടത്തേക്ക് നമുക്ക് ബ്രീഡ് സെറ്റാക്കാൻ ആവശ്യം വരും. എന്തായാലും വേണ്ട നമുക്ക് എന്തായാലും എങ്ങോട്ട് ബേസ് ഓൺ ചെയ്യണം അങ്ങനെ കണ്ടുവിടാനിരിക്കണം. കാരണം തന്നെ നമുക്ക് ഈ വില്ലേജിൻ്റെ മേളിലും കുറച്ച് ഭാഗമുണ്ട്. നമുക്ക് അങ്ങോട്ട് ബേസ് ഓൺ ചെയ്യാം. അതാണ് നല്ലത്. രാത്രി ആവുന്നതിന് മുമ്പേ ഞാനങ്ങോട്ട് പോട്ടെ, ഇല്ലെങ്കിൽ ആരെ നമ്മളെ ഒന്ന് കൊല്ലും. ബേസിൽ നിന്ന് 10,000-2000 ബ്ലോക്കിൻ്റെ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്പൂണിൽ നിന്ന് നമ്മളെ ചത്ത റീസ്പോൺ പോയിന്റ് പോലും ഇല്ല. പിന്നെ നമ്മൾ അങ്ങനെ വീണ്ടും വരേണ്ടി വരും ഇങ്ങോട്ട്. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ബെഡ് അവിടെ, എൻ്റെ ബെഡ് അവിടെ. ഉറങ്ങിയിട്ടുണ്ട്. ദൈവമേ, ക്രീപ്പറൊന്നും തരല്ലേ. ക്രീപ്പർ അങ്ങനെ വന്നില്ല. സ്കെൽട്ടൺ ഓടാ. എൻ്റെ വെടി എൻ്റെ കൊള്ളത്തിലടാ. ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെ വീട് പണിയില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ച്. നമുക്ക് ഈ വെള്ളത്തിന് നടക്കോട്ട് വീട് പണിയാം. അങ്ങോട്ടാകുമ്പോൾ ഇച്ചിരി സ്പേസ് ഉണ്ട്. അതിനുവേണ്ടി ആദ്യം നമ്മൾ കുറച്ച് ബ്ലോക്സ് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് വെക്കണം. ബാക്കി നമ്മൾ അങ്ങോട്ട് സ്ലാബ് വെക്കണം. സ്ലാബ് വെക്കുമ്പോൾ അങ്ങോട്ട് ഇതൊന്നും സ്പോണാകത്തില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ടേബിളും ഫർണസും അടുത്തേക്ക് ഇവിടെ വെച്ചേക്കാം. കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. ബ്രിച്ചിൻ്റെ സ്ലാബ് തന്നെ ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് സ്ലാബ് വെച്ച് പണിയാം. ഞാനെന്തായാലും ഇതൊക്കെ ഒന്ന് അവിടം വരെ വെച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. കൃത്യം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്കിനി നടുക്കൊക്കെ സോളിഡ് ബ്ലോക്ക് തന്നെ വെക്കണം.
നടുക്കെന്തായാലും നമ്മൾ കോബിൾ സ്റ്റോണും അക്കേഷ്യയും കൂടി ചേർത്തായിരിക്കും വെക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ മൈൻ ചെയ്യണം. ഇങ്ങോട്ട് തന്നെ നടാം. ജംഗിൾ വുഡുണ്ട്, ബ്രിഡ്ജും ഉണ്ട്. ജംഗിളും ബ്രിഡ്ജും നമുക്ക് ഇവിടെ നടാം. ഇങ്ങോട്ട് വരുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇതിലുള്ള കുറച്ച് ബ്ലോഗ്സും പിന്നെ നമുക്ക് കുറച്ചും കൂടി മൈനിങ് കൂടി ചെയ്യാം. ഇത്രയും ബ്ലോഗ്സ് വെച്ച് നമുക്ക് നമ്മുടെ വീട് പണിയാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്തായാലും ഫ്ലോറ് ഫിനിഷ് ചെയ്യണം. ഞാനെന്തായാലും കുറച്ചുകൂടി ഒന്ന് മൈൻ ചെയ്തിട്ട് ഇത് വെച്ചൊന്ന് അവിടെ നിന്ന് ഫ്ലോർ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലോറ്. ഞാൻ ഫ്ലോർ ഇങ്ങനെ പണിഞ്ഞ് അവിടെ നിന്ന് പോയി കുറച്ച് ഇവിടുന്ന് സ്ഥലത്തുനിന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ കൂടി എടുത്ത് പിന്നെ കുറച്ചും കൂടി മരം വെട്ടി നമ്മുടെ ഫ്ലോർ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി മേളിലോട്ട് പണിയണം. അത് ഞാൻ ഓഫ് ക്യാമറയിൽ നെയ്യാൻ. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇവിടെ ഒരു വീട് കാണും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.